തിരുവനന്തപുരത്തെ മേയർ ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് തുടർന്നു. ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കാണാതായ കേസിലാണ് കണ്ടക്ടർ സുബിനെയും തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്യുന്നത്. മെമ്മറി കാർഡ് കാണാതായെന്ന KSRTCയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുപ്പാണോ? അതിപ്പോഴും പുരോഗമിക്കുകയാണ് നികേഷ്. രാവിലെ ഇരുവരെയും വീട്ടിൽ പോയാണ് പോലീസ് കൂട്ടിക്കൊണ്ടുവന്നത് എന്നുള്ള മനസ്സിലാക്കാനാകുന്നത്. ഇതിൽ സുബിൻ്റെ പിതാവ് തന്നെ പറഞ്ഞ രാവിലെ 6 മണിക്ക് പോലീസ് സംഘം വീട്ടിലെത്തി നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ്. മാത്രമല്ല സുബിൻ്റെ മുറിയിൽ പോലീസ് പരിശോധന നടത്തി എന്നുള്ളതടക്കം കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അവരും ഇപ്പോൾ തിരുവനന്തപുരം കമ്മീഷൻ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. സുബിനെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ KSRTC സ്റ്റാൻഡിലെ സ്റ്റേഷൻ മാസ്റ്ററെയും ഒരുമിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ സംശയിക്കുന്നത് ഒന്ന്, ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ പോലീസിൻ്റെ നടപടി. അതിൽ സുബിന് പങ്കുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സുബിൻ്റെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും ഒക്കെ മൊഴി ഇതിനോടകം തന്നെ പോലീസ് ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം യദുവിൻ്റെ കാര്യത്തിലും പോലീസിന് ചില സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. യദുവിൻ്റെ മൊഴിയും പലപ്പോഴായി പോലീസ് രേഖപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകളോ അല്ലെങ്കിൽ ചില സംശയങ്ങളോ പോലീസിന് ഈ പലരുടെയും മൊഴികളിൽ നിന്ന് ഉണ്ട്. പലരുടെയും മൊഴികളിൽ ചില പൊരുത്തക്കേടും വ്യക്തതക്കുറവും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അത് ദൂരീകരിച്ചാൽ ഒരു പക്ഷേ ആരാണ് മെമ്മറി കാർഡ് മാറ്റിയത് എന്നതിലേക്ക് കൃത്യമായി എത്തിപ്പെടാൻ പോലീസിനാകുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അത് എത്ര കണ്ട് ഫലം കാണുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് മാത്രമല്ല, കണ്ടക്ടർ സുബിൻ, അദ്ദേഹത്തിന് ഇടതു പശ്ചാത്തലമുണ്ട്, DYFI പ്രവർത്തകനാണ് എന്നുള്ള അതടക്കം ആരോപണങ്ങൾ നേരത്തെ യദു ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്തിരുന്നു. സച്ചിൻ ദേവ് യദു പറഞ്ഞിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആ മെമ്മറി കാർഡ് മാറ്റുന്നതിൽ സുബിന് പങ്കുണ്ടോ, ഇനി അതല്ല ഇതിന് മുൻപ് തന്നെ അത് ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മാറിയിട്ടുണ്ടോ, അത് സംബന്ധിച്ച് സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉൾപ്പെടെ ബോധ്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം ഈ സംഭവത്തിന് ശേഷം പലപ്പോഴും യദു, ബസ്സിലെ ഡ്രൈവറായിട്ടുള്ള യദു KSRTC ടെർമിനൽ ബസ്സിൻ്റെ പരിസരത്തേക്ക് കറങ്ങിയതായി ചില CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. അതുകൂടിയൊക്കെ കൂട്ടി വായിച്ച് ചില സംശയങ്ങളിലേക്കുള്ള ഒരു നിവാരണമാണ് പോലീസ് സംഘം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നതിന് പലപ്പോഴായി സുബിനെ പോലീസ് വിളിപ്പിക്കുകയും സുബിൻ വന്ന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് അങ്ങനെ വിളിപ്പിക്കുമ്പോഴൊക്കെ വന്ന് മൊഴി നൽകി പോയിരുന്ന ഒരാളെയാണ് പോലീസ് ഇന്ന് പുലർച്ചെ വീട്ടിൽ കയറിയും കൂട്ടിക്കൊണ്ടുവന്നത്. അതിൽ ചില അസ്വാഭാവികതകൾ മണക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു വ്യക്തതക്കുറവ് ഇക്കാര്യത്തിലുണ്ട്. അതിലും പോലീസ് നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ തേടിയുള്ള വ്യക്തത തേടിയുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മണിക്കൂറുകളായി സുബിനെയും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ് നികേഷ്.